സന്ദർശനത്തിന്റെ രണ്ടാം ദിവസം ഫ്രാൻസിസ് പാപ്പ മുസ്ലിം കൗൺസിൽ ഓഫ് എൽഡേഴ്സിലെ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. സമൂഹത്തിൽ മനുഷ്യത്വവും സമാധാനവും നിലനിർത്താൻ സാഹോദര്യവും പ്രാർത്ഥനയും പൊതുവായ ശ്രമങ്ങളും ആവശ്യമാണെന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു. സക്കീർ റോയൽ പാലസിൽ വെച്ച് അൽ അസ്കർ ഇമാം ഷെയ്ഖ് അഹമ്മദ് അൽ തായിബിന്റെ സാന്നിധ്യത്തിലാണ് ഫ്രാൻസിസ് പാപ്പ മുസ്ലിം കൗൺസിൽ ഓഫ് എൽഡേഴ്സിലെ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. അനുരഞ്ജനവും സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ ഇടയിൽ ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകുമെന്ന് അഭിസംബോധന പ്രസംഗമധ്യേ പാപ്പ പറഞ്ഞു. സമാധാനത്തിന്റെ ഉറവിടം ദൈവമാണെന്ന് പറഞ്ഞ പാപ്പ ദൈവം ഒരിക്കലും യുദ്ധമോ വെറുപ്പോ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും വ്യക്തമാക്കി. സാഹോദര്യത്തിൽ നിന്നും ഉരുത്തിരിയുന്ന സമാധാനം അനീതിയും അസമത്വവും ചെറുത്തുതോൽപ്പിക്കാൻ പ്രാപ്തമാണെന്നും വ്യക്തമാക്കി. പാപ്പ ബഹ്റൈനിൽ എത്തിയിരിക്കുന്നത് ഒരു ദൈവവിശ്വാസിയും സഹോദരനും തീർത്ഥാടകനുമായിട്ടാണെന്ന് ആവർത്തിച്ചു. അതിക്രമവും ഭിന്നതയും മൂലം വേദനിക്കുന്ന ജനവിഭാഗത്തിന് ആശ്വാസവും പ്രതീക്ഷയും നൽകാൻ മതനേതാക്കൾക്ക് കടമയുണ്ടെന്നും പാപ്പ വ്യക്തമാക്കി. പാപ്പ ഉൾപ്പെടെയുള്ള മതനേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നത് തീർത്തും അതുല്യവും ഒഴിച്ചുകൂടാനാവാത്തതുമായ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ പാപ്പ ഈ ഉത്തരവാദിത്വ ബോധ്യത്തോടെ സമൂഹത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വത്തെ തിരിച്ചുകൊണ്ടുവരികയാണ് വേണ്ടതെന്നും അഭിപ്രായപ്പെട്ടു. അതിനായി പ്രാർത്ഥനയും സാഹോദര്യവും സഹവർത്തിത്വവും ആവശ്യ ഘടകങ്ങളാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. അറേബ്യൻ പെനിൻസുലയിലെ ഏറ്റവും വലിയ ദേവാലയമായ ആർ ലേഡി ഓഫ് അറേബ്യൻ കത്തീഡ്രലിൽ എക്യുമെനിക്കൽ സമാധാന പ്രാർത്ഥനാ സമ്മേളനത്തിൽ സാന്നിധ്യമറിയിച്ച ഫ്രാൻസിസ് പാപ്പ കേരള കത്തോലിക്ക സഭാ മേലധ്യക്ഷന്മാരുടെ സാന്നിധ്യവും പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയും ശ്രദ്ധേയമായി. വിവിധ ക്രൈസ്തവ സഭാ പ്രതിനിധികൾ പങ്കുചേർന്ന എക്യുമെനിക്കൽ പ്രാർത്ഥനാ സമ്മേളനത്തോടെ പാപ്പയുടെ ബഹ്റൈൻ പര്യടനത്തിന്റെ രണ്ടാം ദിനത്തിലെ ഔദ്യോഗിക പരിപാടികൾക്ക് പരിസമാപ്തിയായി. 1,60,000-ഓളം വരുന്ന ബഹ്റൈനിലെ കത്തോലിക്ക സമൂഹത്തിനായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആകെ 2 ദേവാലയങ്ങളിലൊന്നായ അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രലിൽ പാപ്പയ്ക്ക് ഊഷ്മള സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ എക്യുമെനിക്കൽ പാത്രിയാർക്കീസ് ബെർത്തലോമിയോ ഒന്നാമൻ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭാ നേതാക്കൾ ദേവാലയത്തിൽ സന്നിഹിതരായിരുന്നു. ക്രൈസ്തവ സഭകളുടെ ഇടയിൽ ഐക്യത്തിന്റെയും സാക്ഷ്യത്തിന്റെയും ആവശ്യകതയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പാപ്പ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. കർത്താവിന്റെ തിരുശരീരത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സഭകൾക്കിടയിലെ വിഭാഗീയതകളെ അപലപിച്ച പാപ്പ ക്രൈസ്തവരെ ഒരു കൂട്ടായ്മയായി നിലനിർത്തുന്ന ഘടകം ക്രൈസ്തവരെ ഭിന്നിപ്പിക്കുന്ന ഘടകങ്ങളെക്കാൾ ഉപരിയാണെന്നും ആ ഘടകം പരിശുദ്ധാത്മാവാണെന്നും വ്യക്തമാക്കി. നാനാത്വത്തിൽ ഏകത്വം എന്ന സങ്കല്പം വിശദീകരിച്ച പാപ്പ വൈവിധ്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ടു പോകുന്നതാണ് നമ്മുടെ എക്യുമെനിക്കൽ കൂട്ടായ്മയുടെ ചൈതന്യമെന്നും പന്തക്കുസ്ത പ്രാർത്ഥനവേളയിൽ അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മ ആഗമനത്തോടെ കൈവരിച്ചത് ഈ ഐക്യമായിരുന്നുവെന്നും അനുസ്മരിപ്പിച്ചു. പന്തക്കുസ്ത തിരുനാൾ ദിനത്തിൽ സ്വീകരിച്ച പരിശുദ്ധാത്മ ഐക്യശക്തിയാൽ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ സ്ലീഹന്മാർ ശക്തി പ്രാപിച്ചതായി പറഞ്ഞ പാപ്പ സ്നേഹത്തിൽ വേരൂന്നിയ ജീവന്റെ സാക്ഷ്യം നൽകാനുള്ള ക്രൈസ്തവരുടെ കൂട്ടായ ദൗത്യത്തെപ്പറ്റിയും വിവരിച്ചു. വിവിധ ക്രൈസ്തവ സഭാ നേതാക്കൾ പങ്കെടുത്ത സമാധാന പ്രാർത്ഥന സമ്മേളനത്തിന്റെ സവിശേഷതയായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ സൂര്യകീർത്തനം ആലപിച്ച ശേഷം പാപ്പ വിവിധ രാജ്യങ്ങളിലെ സഭാധ്യക്ഷന്മാരുമായി സ്നേഹാശംസകൾ കൈമാറി. അതേസമയം കേരളത്തിൽ നിന്നും സീറോ മലബാർ സഭാധ്യക്ഷൻ കർദിനാൾ ജോർജ് ആലഞ്ചേരിയും സീറോ മലങ്കര സഭാധ്യക്ഷൻ കർദിനാൾ ബെസിലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയും എക്യുമെനിക്കൽ പ്രാർത്ഥനവേദിയിൽ പാപ്പയ്ക്കൊപ്പം പ്രത്യക്ഷരായത് കേരള സഭയ്ക്ക് മുഴുവൻ അഭിമാന കാരണമായി മാറി. പ്രാർത്ഥനയുടെയും കൂട്ടായ്മയുടെയും സമാധാന അന്തരീക്ഷം തീർത്ത ധന്യമുഹൂർത്തങ്ങൾക്കൊടുവിൽ പാപ്പയുടെ ബഹ്റൈൻ അപ്പസ്തോലിക പര്യടനത്തിന്റെ രണ്ടാം ദിനത്തിന് തിരശ്ശീല വീണു. അപ്പസ്തോലിക പര്യടനത്തിന്റെ 3-ാം ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ ബഹ്റൈൻ നാഷണൽ സ്റ്റേഡിയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. എല്ലാവരും എല്ലായ്പ്പോഴും സ്നേഹിക്കാൻ സാധിക്കണമെന്ന പാപ്പ ആഹ്വാനം നൽകി. ശത്രുക്കളെ സ്നേഹിക്കുക വഴി ഭൂമിയിൽ സ്വർഗത്തിന്റെ പ്രതിഫലനം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന പാപ്പ എടുത്തു പറഞ്ഞു. ബഹ്റൈൻ നാഷണൽ സ്റ്റേഡിയത്തിൽ നടത്തപ്പെട്ട വിശുദ്ധ കുർബാനയിൽ ഫ്രാൻസിസ് പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുർബാന മധ്യേ നൽകിയ സന്ദേശത്തിൽ ബൈബിളിലെ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 9-ാം അധ്യായത്തിലെ ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസ്സീമമാണ്, അവന്റെ സമാധാനം അനന്തവും എന്ന വാക്യം ഉദ്ധരിച്ച പാപ്പ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസ്തുത വാക്യത്തിന് വില കൽപ്പിക്കാതെയാണ് ലോകം മുന്നോട്ടു പോകുന്നതെന്ന് ചൂണ്ടിക്കാട്ടി. ഇന്ന് അധികാരവും ആധിപത്യവും തേടിയുള്ള യാത്രയിൽ സമാധാനം അപായപ്പെടുകയാണ് ചെയ്യുന്നതെന്നും പാപ്പ വ്യക്തമാക്കി. ദൈവപുത്രനായ മിശിഹ സമാധാനത്തിന്റെ രാജാവാണ്. അവന്റെ ആധിപത്യം അക്രമത്തിലൂടെ സ്വായത്തമാക്കിയതല്ല, മറിച്ച് സ്നേഹത്തിലൂടെയാണ്. തന്റെ സ്നേഹത്തിലൂടെ മിശിഹ മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും പാപ്പ വ്യക്തമാക്കി. ഇന്നും യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് എല്ലാവരും എല്ലായ്പ്പോഴും സ്നേഹിക്കാനാണെന്ന് പറഞ്ഞ പാപ്പ ഇന്ന് മിക്ക ബന്ധങ്ങൾക്കിടയിലും സ്നേഹവും വെറുപ്പും തമ്മിലുള്ള ഒരു സംഘർഷം നടക്കുന്നതായി ചൂണ്ടിക്കാട്ടി. ഇന്ന് ലോകത്തിൽ അധികാരത്തിന്റെ ദുർവിനിയോഗത്തിലൂടെ നടക്കുന്ന അക്രമങ്ങൾ, അടിച്ചമർത്തൽ, നിയന്ത്രണം, സ്വാതന്ത്ര്യ നിഷേധം തുടങ്ങിയവ കണ്ട് മനുഷ്യർ ഓരോരുത്തരുടെയും ഉള്ളിൽ കഴിയുന്ന യേശുക്രിസ്തു വേദനിക്കുന്നെന്നും പാപ്പ പറഞ്ഞു.
ദൈവം ആഗ്രഹിക്കുന്നത് സാഹോദര്യത്തിന്റെ ഒരു ലോകമാണ്. അത് സാധ്യമാക്കാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രതികാര ചിന്തകളും അക്രമ മനോഭാവവും ഉപേക്ഷിച്ച് എല്ലാവരെയും എല്ലായ്പ്പോഴും സ്നേഹിക്കാൻ ശ്രമിക്കണമെന്നും പാപ്പ വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു. ശത്രുതാ മനോഭാവം വെടിയുക വഴിയും ശത്രുക്കളെ സ്നേഹിക്കുക വഴിയും ഭൂമിയിൽ സ്വർഗത്തിന്റെ പ്രതിഫലനം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.